സഭയുടെ ശില്പികളാ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ ദിവസമാണ് ഇന്ന്. രണ്ടുപേരെയും നമുക്ക് നന്നായിട്ടറിയാം. ആരാണ് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ? പറയത്തക്ക വിദ്യാഭ്യാസമോ പറയത്തക്ക സമ്പന്നതയോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ. എന്നാൽ ശിഷ്യന്മാരുടെ തലവനായി പാത്രിർക്കീസായി ഒക്കെയും ഉയർത്തപ്പെട്ട ഒരാൾ. വെറും സീറോ ആയിരുന്ന പത്രോസ് ദൈവസന്നിധിയിൽ അവനെ തന്നെ സമർപ്പിച്ചപ്പോൾ ഹീറോയായി മാറുകയാണ്. എന്നാൽ പൗലോസ് ശ്ലീഹായുടെ ജീവിതം അപ്രകാരമല്ല, നേരെ വ്യത്യസ്തമായിരിക്കുന്ന ജീവിതമാണ്. പൗലോസ് ശ്ലീഹ ഹീറോ തന്നെയായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരപത്രം പോക്കറ്റിലിട്ട് ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് വധിക്കുന്ന ചുമതലയുള്ള മനുഷ്യൻ. എന്നാൽ എന്ത് സംഭവിച്ചു? പൗലോസ് ശ്ലീഹ ഇതാ ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കപ്പെട്ടപ്പോൾ ഹീറോയായിരുന്ന പൗലോസ് സൂപ്പർ ഹീറോയായി മാറുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ പൗലോസ് തന്നെപ്പറ്റി പറയുന്ന മനോഹരമായിരിക്കുന്നൊരു വാക്ക് പ്രകാരമല്ലേ, ഇതാ ക്രിസ്തു ശിഷ്യന്മാരിൽ ഞാൻ ഒട്ടും കുറവുള്ളവനല്ല എന്ന്. അത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചു? കൊല്ലാൻ നടന്നവന് ചാകാൻ പേടിയില്ല. അതങ്ങനെ തന്നെയല്ലേ? കൊല്ലുന്നവന് ചാകാൻ എവിടെയാണ് പേടി? ക്രിസ്ത്യാനികളെ കൊല്ലാൻ നടന്ന പൗലോസ് ഇപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ചാകാൻ മടിയില്ലാത്തവനായി ജീവിക്കുന്നൊരു കാഴ്ച. ഹീറോയായിരുന്നവൻ സൂപ്പർ ഹീറോയായി മാറുന്നു. പത്രോസും പൗലോസും ഭാഗ്യവാന്മാരായ പരിശുദ്ധന്മാരായ ശ്ലീഹന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിന് രണ്ട് മുഖമാണ്. കർത്താവിൻ്റെ മുമ്പാകെ എല്ലാവരും ഒരുപോലെയാണ്. എത്ര വൈകി വരുന്നവനും ഒരേ കൂലി കൊടുക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കണക്കാക്കുക. പത്രോസ് ശ്ലീഹായെയും പൗലോസ് ശ്ലീഹായെയും ഒരുപോലെ കണ്ട ക്രിസ്തു പണ്ഡിതനല്ലാത്ത പത്രോസിനെ വലിയവനാക്കി മാറ്റി പണ്ഡിതനായ പൗലോസിനെയും അതേ ഗണത്തിൽ വലിയവനാക്കി മാറ്റുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് വായിച്ചു കേൾക്കുന്ന ഏവെങ്കിലും ഭാഗത്തിലും തമ്പുരാൻ അത് തന്നെയാണ് പറഞ്ഞു വയ്ക്കുക. വിശുദ്ധ മത്തായി എഴുതിയ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ മുന്തിരിത്തോട്ടത്തിൽ കൂലിക്ക് വിളിക്കുന്ന കൂലിക്കാരെ പറ്റിയാണ് പറയുക. വ്യത്യസ്ത സമയത്ത് കടന്നു വരുന്നവർക്ക് ഒരേ കൂലി കൊടുക്കുന്ന കൂലിക്കാരൻ. അത് ക്രിസ്തു തന്നെയല്ലേ? ഈ ഉപമയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത് ക്രൂശിന്മേലാണ്. 11-ാം മണി സമയത്ത്, പ്രാണൻ വെടിയുന്ന സമയത്ത്, അവസാന സമയത്ത്, ഈ മുന്തിരിത്തോട്ടത്തിൽ പറയുന്ന 11 മണിയുടെയൊക്കെ ചുറ്റുപാടിൽ ഇതാ കണ്ണിമ അടയ്ക്കുന്ന സമയത്തിന് തൊട്ടു മുൻപ് പറഞ്ഞതായ ആ കള്ളനും പറുദീസ കൊടുത്തിട്ട് മടങ്ങിപ്പോയവൻ. ഓർത്തു നോക്കണം പ്രിയപ്പെട്ടവരെ, അതിനു മുൻപും ഈ പറുദീസായുടെ അനുഭവത്തിലേക്ക് ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നവർക്ക് കിട്ടിയ അതേ അനുഭവത്തെ അവസാന സമയത്ത് കടന്നവന് കൊടുക്കുകയാണ്. നമ്മുടെ സമയമൊന്നും വൈകിട്ടില്ല, നമ്മുടെ സമയമൊന്നും കളഞ്ഞു പോയിട്ടുമില്ല. മടങ്ങി വരവേണ്ട സമയമാണിത്. എന്തെന്നാൽ കർത്താവിൻ്റെ മുമ്പാകെ എല്ലാവരും ഒരുപോലെ കൂലി കൊടുക്കുന്ന ക്രിസ്തുവിനെ നമ്മളിവിടെ കാണുന്നു. ആമേൻ.